ട്രംപ് ഓരോ ദിവസം കഴിയുമ്പോഴും മാറി മറിഞ്ഞുള്ള ചിന്തകളാണ് അദ്ദേഹത്തിനുള്ളത്. വല്ല നോബൽ സമ്മാനം വാങ്ങിക്കാനുള്ള വല്ല പദ്ധതിയാണോ? ട്രംപ് പണ്ടേ അങ്ങനെയാണ്. അതാണല്ലോ ട്രംപ് എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ചില പെൺപിള്ളേരുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മളോട് വളരെ കൂളായിട്ടൊക്കെ സംസാരിക്കും, ഇഷ്ടമെന്നൊക്കെ പറയും. അടുത്ത ദിവസം പിന്നെ ഒന്നും മിണ്ടിയത്. നമ്മൾ വിചാരിക്കും നമുക്കൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലോ. നമ്മളെന്താ മൈൻഡ് ചെയ്യും? ഞാനാണ് ഭയങ്കര ഈഗോ ഉള്ള ഒരാളാണ്. അങ്ങോട്ട് വേണ്ടി ഒന്നൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ നമ്മൾ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് പിന്നെയും ഹായ് എന്താ മിസ് ചെയ്യുന്നതൊക്കെ പറയും. ഇതേപോലെയാണ് ട്രംപിൻ്റെ കാര്യം. സ്ത്രീകളുടെ മനഃശാസ്ത്രം അറിയാം. അതുപോലെയാണ് ട്രംപിൻ്റെ കാര്യം. മൂപ്പരിങ്ങനെ അഭിപ്രായം മാറ്റിക്കൊണ്ടേയിരിക്കും. അതാണ് ട്രംപിസം എന്ന് നമ്മൾ പറയുന്നത്. രജനിസം എന്നൊക്കെ പറയില്ല. അതുപോലെ ട്രംപിസം, ഫക്രുദ്ദീനിസം. അപ്പോൾ ഞാനിങ്ങനെ അഭിപ്രായം മാറ്റാണ്. എങ്ങനെ അറിയാം? എനിക്ക് എന്തെങ്കിലും പുതിയ തെളിവ് കിട്ടണം. പുതിയ തെളിവ് കിട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കിട്ടുന്നത് വെച്ചുകൊണ്ട് അഭിപ്രായം ഒരാൾക്ക് വിഷമായി അയാൾ നമ്മൾ പറയുകയാണ്. തെളിവില്ലെങ്കിൽ പോലും എൻ്റെ മുന്നേ നിന്ന് പറയുകയാണ്, സാർ അങ്ങനെയല്ല ഇത്. അയാളെ കണ്ണ് നോക്കിയാൽ എനിക്ക് ഏതാണ്ട് പിടിയിട്ടു. അങ്ങനെയാണ് ഞാൻ പറയും. തെളിവൊന്നുമില്ല, പക്ഷേ ഇതാവാനാണ് സാധ്യത. ട്രംപിന് അങ്ങനെയല്ല. ട്രംപിന് പക്ഷേ അങ്ങനെ അല്ലാന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ താല്പര്യം അമേരിക്കയുടെ താല്പര്യം മാത്രമേ ഉള്ളൂ. മുമ്പ് അമേരിക്കൻ പ്രസിഡന്റുമാർ അമേരിക്കൻ താല്പര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയായിരുന്നു, പേഴ്സണൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസെ കാട്ടും. പക്ഷേ ട്രംപ് ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അപ്പോൾ മുമ്പനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് അങ്ങനെ ഒരു പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളല്ല. ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് പ്രശ്നമാണ് ട്രംപിൻ്റെ, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മുടെ പെരിച്ചായി സിനിമ ഉണ്ടോ? പെരിച്ചായിൽ മോഹൻലാലിൻ്റെ കാമുകിനെ വലയിലാക്കുന്ന ഒരു മാഫിയുണ്ട്. അത്തരം ചില മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് അയാളെ മുത്തച്ഛൻ. അതൊക്കെയാണ് ട്രംപ്. അപ്പം ട്രംപിന് നോബൽ സമ്മാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ കഴിക്കും? മുമ്പ് ജിമ്മി കാർട്ടറിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു ക്ലിൻ്റനോ അവർക്കാർക്ക് മറ്റേ ഓസ്ലോ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓർമ്മയെന്ന് പറയാനേ പറ്റും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ റെക്കോർഡ് ചരിത്രത്തിൽ എഴുതപ്പെടുമല്ലോ. ഇതുവരെ ട്രംപിൻ്റെ ഒരു പബ്ലിസിറ്റി എന്ന് വെച്ചാൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ പബ്ലിസിറ്റിയാണ്. സന്തോഷ് പണ്ഡിറ്റ് പിള്ളേരുടെ അടുത്ത് നമ്മുടെ ജനറേഷൻ സന്തോഷ് പണ്ഡിറ്റ് അറ്റാക്ക് ചെയ്യും. ന്യൂ ജനറേഷൻ പിള്ളേർക്ക് സന്തോഷ് പണ്ഡിറ്റ് തരംഗമാണ്. അവർക്ക് ഒരു പക്ഷേ പൃഥ്വിരാജിനെക്കാളും താല്പര്യം സന്തോഷ് പണ്ഡിറ്റിനാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം ആ രീതിയിൽ ഒരു നോബൽ സമ്മാനം കിട്ടുക എന്നുള്ളത് മൂപ്പരുടെ ഒരു ആഗ്രഹമാണ്. അല്ല, ഒരു ഭാഗത്ത് യുദ്ധങ്ങൾക്ക് വേണ്ടി, അതായത് പാകിസ്ഥാനെ അനുകൂലിക്കുന്നു, തുർക്കിയെ അനുകൂലിക്കുന്നു. ഇന്നിപ്പം നമ്മൾ വാർത്തയിലൊക്കെ കണ്ടു, തുർക്കിക്ക് വേണ്ടുന്ന ആയുധങ്ങൾ കൊടുക്കാൻ കരാറിലേക്ക് കടക്കുന്നു. അതിനപ്പുറം ഒരു സമാധാനം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്ത്യ പാക് സംഘർഷം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപ് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, ഞാൻ അവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഈ സമാധാനത്തിനുള്ള ഒരു നോബൽ സമ്മാനമായിട്ടാണോ അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്? ഒരു ഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി പ്രേരണ കൊടുക്കുന്നു, മറുഭാഗത്ത് ഈ പറഞ്ഞോണം ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു തരത്തിലേക്കല്ലേ? സമാധാനം അല്ല, മൂപ്പരങ്ങനെ എപ്പോഴും പോളിഫോണിക്കായി സംസാരിക്കുന്ന ഒരാളാണ്. പോളിഫോണിക് എന്ന് വെച്ചാൽ മോണോഫോണിക് എന്ന് ഒരേ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. പോളിഫോണിക് പല രീതിയിൽ സംസാരിക്കുക. ഈ അന്യനിലെ മറ്റേ ഇവനില്ലേ അമ്പി വന്ന് വിക്രമിന്റെ അതാണ് പോളിഫോണിക് സംസാരിക്കുക. ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ സൈക്കോളജി പറയും. ഇതിന് സൈക്കോളജി പഠിച്ചതല്ലേ? സണ്ണിന്റെ ശിഷ്യാണല്ലേ ഡോക്ടർ സണ്ണി. അപ്പം അതാണ്. അപ്പോൾ അതാണ് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം. പക്ഷെ അങ്ങനെ ഒരു ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ഈ പറയുന്ന ഒരു ഈ പ്രാഞ്ചിയേട്ടൻ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അങ്ങനെക്ക് അമേരിക്കൻ സിറ്റിസണോ അങ്ങനെയുള്ള വാക്ക് അങ്ങനെ പാലിക്കണമുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് ഒക്കെ. അമേരിക്കക്കാർക്ക് ജോലി ഇല്ലാന്ന്, അവരുടെ ജോലി നമ്മളൊക്കെ തട്ടിയെടുക്കുകയാണ് സബ് കോൺട്രാക്ട് വഴിയൊക്കെ. അപ്പോൾ അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക, അവിടുത്തെ ഒരു ഇക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാം. അത് അമേരിക്കക്കാരൻ്റെ ആത്മാഭിമാനം കൂട്ടുക. അമേരിക്ക ആകുമ്പോൾ ലോകത്ത് അമേരിക്ക വലിയ യുദ്ധങ്ങളൊക്കെ വലിയ കമ്പനികളൊക്കെ ഉണ്ടാക്കി അമേരിക്കക്കാരൻ്റെ ആത്മാഭിമാനം കൂടുന്നില്ല. അത് വാൾസ്ട്രീറ്റിലെ വലിയ പൈസക്കാരായ അമേരിക്കക്കാരൻ, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ശരാശരി അമേരിക്കക്കാരൻ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുർക്കിക്ക് ആയുധം കൊടുക്കാതെ വേറൊരു വഴി പാകിസ്ഥാനിലെത്തും. ഈ ആയുധ കള്ളക്കടത്ത് പാകിസ്ഥാൻ ആർമിയുടെ പ്രധാന ബിസിനസ്സാണ്. ദാവൂദ് ഇബ്രാഹിമിന് അങ്ങനെയാണ് അവർ പിടിച്ചെന്നാണ് കേട്ടിട്ടുള്ളത്. അത് ദാവൂദ് ഇബ്രാഹിം പണ്ട് ഒരു പോലീസുകാരൻ്റെ മോനാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇയാളെ പറ്റില്ല, ലോറൻസ് ബിഷ്ണോയിനെ പറ്റി പറയില്ല, നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണായിരുന്നു ലോറൻസ് ബിഷ്ണോയിനെയൊക്കെ പോലെ, അല്ലെ ചന്തക്കാട് ബിഷനെ പോലെ, അല്ലെ സാഗർ എലിയാസ് ജാക്കിനെയൊക്കെ പോലെ. ഡ്രഗൊന്നും കൈകാര്യം ചെയ്യാത്ത അങ്ങനെയൊക്കെ വേണം. ഇയാൾക്കുള്ള ഒരു കണ്ടെയ്നർ ഗോൾഡ് മിസ്സാവും, 2 കണ്ടെയ്നർ ഗോൾഡ് മിസ്സാവും. അപ്പോൾ അത് അന്വേഷിച്ച് പോയപ്പോൾ അയാൾക്ക് ഒരു കോള് കിട്ടുന്നു, ISIൻ്റെ ആണ്.
ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ വന്ന കാര്യങ്ങൾ ചെയ്തെന്ന് ഗോൾഡ് തിരിച്ചു. അങ്ങനെയാണ് ഇയാൾ പതുക്കെ പാകിസ്ഥാൻ്റെ കയ്യിലെ കളിപ്പാവയാണ്. അപ്പോൾ പോലീസ് ഇയാൾക്കെതിരാന്ന് റെയ്ഡ് ചെയ്യാൻ നോക്കുന്നു, ഇയാൾ ദുബായിലേക്ക് രക്ഷപ്പെടുന്നു. പിന്നെ നെക്സ്റ്റ് നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ദാവൂദ് ഇബ്രാഹിമാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൂടെ ചോട്ട രാജൻ നാഷണലിസ്റ്റ് എന്താ ആ പൊസിഷനിലേക്ക് കിട്ടും. ഇപ്പോൾ ലോറൻസ് ബിഷ്ണോയി അങ്ങോട്ടാണ് വരുന്നത്. ലോറൻസ് ബിഷ്ണോയ്ക്ക് ഭയങ്കര സപ്പോർട്ടേഴ്സ്. അപ്പോൾ എന്താണ് ഇവനൊക്കെ തിരിഞ്ഞു കുത്തുന്നത് പഠിച്ചാൽ അറിയാം. അപ്പം പാകിസ്ഥാൻ ആർമി ലോകത്തെല്ലായിടത്തും ഇങ്ങനെ ആയുധ കച്ചവടം നടത്തുന്നുണ്ട്. അതിന് പല നാറ്റോൻ്റെ ആയുധങ്ങൾ പലപ്പോഴും അവർക്ക് സ്മഗിൾ ചെയ്യും. അപ്പം ഏതായാലും എബ്രാം ഖുറൈഷി സ്വർണവും പണ്ടത്തെ സാഗർ ഇലിയാസിലാക്കിയിരിക്കും. സ്വർണവും വജ്രവും മാത്രമേ ഉള്ളൂ. ഇവന്മാരതല്ല, ആയുധം കള്ളക്കടത്ത് നടത്തുന്ന ടീമാണ്. അത് ഷാങ് ട്രയാഡിൻ്റെ ആളുകളാണെന്ന് തോന്നുന്നു. ഞാനിത് പകുതി തമാശയും പകുതി കാര്യമായിട്ട് പറയാം. ഇപ്പം നടത്തുന്ന ആളുകളാണ്, അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. അതൊക്കെ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആളുകൾ വലിയ രീതി ഇപ്പം ഏറ്റവും വലിയ രസം എന്തായി, പണ്ട് ഇലക്ഷൻ സമയത്ത് ഞാൻ ട്രംപിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. എനിക്ക് ഇന്ത്യക്കാരിൽ കമലേനാണ് ഇഷ്ടം. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് താരിഫ് പണി കിട്ടും, വിസയ്ക്ക് പണി കിട്ടും, അതൊക്കെ ശരിയായി. അന്ന് ഓരോരുത്തവൻ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ട്രംപിനെ പറ്റി അത് ഭയങ്കര ട്രംപ് ഫാൻസ്. പക്ഷെ ഇപ്പോൾ ട്രംപിനെതിരാണ് സോഷ്യൽ മീഡിയ മൊത്തം. അപ്പോൾ അതെന്താണ് നമ്മൾ ട്രംപിനെ പറ്റി പറഞ്ഞാലും കണ്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പലസ്തീൻ പ്രശ്നം തീർക്കുക എന്നുള്ള അങ്ങയുടെ ലക്ഷ്യമാണ്. പലസ്തീൻ്റെ പോയി അങ്ങനെ മുസ്ലിങ്ങളെ കൊല്ലണം എന്ന് ഇവിടെ ഭയങ്കര വ്യൂവേഴ്സ് ആയിരിക്കും. ഭയങ്കര മുസ്ലിം വിരോധമുണ്ട് നമ്മുടെ നാട്ടിൽ. അത് കുറേയൊക്കെ മുസ്ലിങ്ങളെ കയ്യിലിരിപ്പും കൊണ്ടാട്ടോ. കാരണം വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ള ആളുകളെ മാന്തേണ്ട ആവശ്യമില്ല. എല്ലാ മുസ്ലിംസും ഇല്ല, കുറേ നടത്തുന്നുണ്ട്. അപ്പോൾ തിരിച്ചവർ അത് മാസ് ഹിസ്റ്റീരിയായി മുസ്ലിം വിരുദ്ധ കേരളത്തിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതിന് കാരണം മറ്റൊരു പരിധിയിൽ ഈ പറയുന്ന മുസ്ലിം ഹാൻഡിലുകൾക്കുണ്ട്. വെറുതെ മറ്റുള്ളവരൊക്കെ ഈ മീഡിയ വൺ എന്ന ചാനലില്ലേ, അവർ ബേസിക്കലി ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ്. വേടനെ പോലുള്ള സാധനത്തെ അവർ ക്ഷമിക്കുകയും സഹിക്കുകയില്ല. പക്ഷെ വേടനെ സപ്പോർട്ട് ചെയ്തവർ വന്നു. ബിക്കോസ് ഇന്ത്യയാണ്. വേടൻ ബേസിക്കലി ഇന്ത്യയിലെ സവർണ ഐഡിയോളജിക്ക് എതിരാന്ന് തോന്നുന്നു. ഈ ആൻറ്റി ഇന്ത്യൻ സാധനം അവരിട്ട് കൊടുക്കുക, സ്വാഭാവികമായിട്ട് അവർക്കെതിരെയുള്ള റെസ്പോൺസ് ഇവിടുന്ന് വരും. ഇതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ട്രംപ് പലസ്തീൻ പ്രശ്നം പരിഹരിക്കുക, ഒപ്പം കാശ്മീരിൽ ഒരു വേറൊരു ഗിറാമുട്ടിയാണ്. അതിലൊക്കെ ഇടപെട്ടുന്ന ട്രംപിൻ്റെ ഇമേജ് അങ്ങ് കൂടും. അതാണ് ട്രംപ് ചെയ്തത് തന്ത്രപരമായിട്ട്. പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ കമൻറ്റ് ചെയ്യാത്തത്, ലോകത്തുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലെല്ലാം തന്നെ അമേരിക്കയ്ക്ക് ഒരു അമേരിക്ക ഇന്നും പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശേഷിയുള്ള ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ലോകത്തുള്ളൂ. അതിലൊന്ന് റഷ്യയാണ്, പുട്ടിന് പറ്റും. വേറൊന്ന് ചൈനയ്ക്ക് പറ്റും. ചൈനയ്ക്ക് പോലും വലിയ രീതിയിൽ പറ്റില്ല. കാരണം വ്യാപാരം ചൈനീസ് മാർക്കറ്റ് അമേരിക്കയ്ക്ക് ചൈനക്കാർ അമേരിക്കൻ മാർക്കറ്റ് വലിയ സ്വാധീനമുണ്ട് അവർക്ക്. ആ മാർക്കറ്റ് അവർക്ക് നഷ്ടപ്പെടും. വേറൊരു രാജ്യം എന്ന് വെച്ചാൽ നോർത്ത് കൊറിയയാണ്. അവർ കഷ്ടപ്പെട്ടിട്ട് എന്താണ് ഈ സൈക്കോളജി ഇങ്ങനെയാണ്. മകൻ ചത്താനും വേണ്ടിയില്ല മരുള്ള കണ്ണീര് കാണുന്നുള്ള സൈക്കോളജിക്കാരാണ്. നമ്മൾ കഷ്ടപ്പെട്ടാനും വേണ്ടി അമേരിക്കക്കാരന് പണി കൊടുക്കുകയെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള 3 രാജ്യങ്ങൾക്ക് അവരെ മറികടക്കാനുള്ള ശേഷിയുള്ളൂ. ബാക്കി നമ്മളെയൊക്കെ പോലെ ജെന്റിലായിട്ടുള്ള ശക്തരായിട്ടുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ അമേരിക്കയുടെ സ്വാധീനമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വലിയൊരു സ്വാധീനമുണ്ട്. അപ്പം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ യുദ്ധം അതിൽ അങ്ങനെ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് പ്ലസ് അപ്പം അങ്ങേര് അവിടെ കിടന്ന് ഇസ്രായേൽ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി എന്താണ് ഈ പറയുന്നുള്ളത്, വെസ്റ്റ് ഏഷ്യ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ പ്രശ്നങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും പരിഹാരമൊക്കെ കൊണ്ടുവരാൻ പറ്റും. ട്രംപിന് മാത്രമായിട്ടുള്ള ഒരു സ്വാർത്ഥ താല്പര്യമല്ലേ? കാരണം അറിയാം ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ കോടികൾ ചെലവഴിച്ചിട്ടുണ്ട്. കാരണം ഇനി അടുത്ത രണ്ടാമത്തെ വർഷമാണ് എനിക്ക് തോന്നുന്നു. 2 വർഷമേ യുഎസിൽ അങ്ങനെ ഒരു പ്രസിഡന്റ് സ്ഥാനം എനിക്കറിയില്ല, എൻ്റെ ഒരു അറിവ് അതേ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി അടുത്തൊരു സ്ഥാനത്തേക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രമം നടത്തുന്നത് കാരണം കണ്ടിന്യൂസ് ആയി 2 തവണ വന്നില്ല. അപ്പോൾ ഒരു ക്ലോസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ശ്രമിക്കുന്നത്. പക്ഷെ അമേരിക്ക സമ്മതിക്കും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, മറ്റുള്ള രാജ്യങ്ങളെ വിറപ്പിച്ച ഒരു ഭരണാധികാരിയാവും. ഒപ്പം സമാധാനത്തിന് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അമേരിക്കക്കാരൻ്റെ ഈ കാശ് വരണം, അവൻ ഗ്രേറ്റ് ആണെന്ന് അവന് തോന്നണം. അതായത് പുറത്തുള്ളവർ ഇപ്പോൾ രജനിയുള്ള ആളുകളാണ്. രജനി നില അംബാനിയെക്കാട്ട് സുന്ദരിയാണ്, സന്തോഷവതി എന്നൊക്കെ പറഞ്ഞാൽ രജനിക്ക് സന്തോഷം വരും. പക്ഷെ റിയാലിറ്റി രജനിക്കല്ലേ അറിയുള്ളൂ. അതേപോലെയാണ് അമേരിക്കക്കാരൻ ലോകശക്തി എന്ന് പറഞ്ഞാൽ സാധാരണ അമേരിക്കക്കാരൻ എന്ത് കിട്ടി, അതല്ലേ ചോദ്യം. ആ ചോദ്യമാണ് അയാൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ സാധാ അമേരിക്കക്കാരൻ്റെ ഒരു ഐക്കണായി മാറുക, അടുത്ത ജോർജ് വാഷിങ്ടൺ ആവുക എന്നുള്ളതാണ് അങ്ങയുടെ ലക്ഷ്യം. അതിന് നൊബൽ സമ്മാനമൊക്കെ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കളി കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അങ്ങയുടെ എപ്പിസോഡ് വെസ്റ്റ് ഏഷ്യയാണ്, രണ്ടാമത്തെയാണ് അങ്ങനെ കാശ്മീർ കരുതുന്നത്. അപ്പോൾ അതിൽ പക്ഷെ അത് നമ്മുടെ ഇന്ത്യയെ പൊട്ടിച്ചല്ലോ. ഇന്ത്യ തന്നെ പറഞ്ഞല്ലോ ഇവിടെ മറ്റ് അമേരിക്ക അല്ല ഇതിനിടയ്ക്ക് നിന്നത്. നമ്മൾ ഇന്ത്യ പറയുന്നത് നമ്മൾ വിശ്വസിക്കും, മനസ്സിലായോ? പാകിസ്ഥാൻ പറയുന്ന അവരാളുകൾ വിശ്വസിക്കും. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിന് മുന്നിൽ അവർ എല്ലാം കൂടി സമഗ്രമായി അവർക്ക് നമ്മൾ പറയുന്നത് ടേക്കൺ ഫോർ ഗ്രാൻഡഡായി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളാളുകൾ പറയുന്നത് ടേക്കൺ ഫോർ ഗ്രാൻഡഡായി എടുക്കേണ്ട ആവശ്യം നമുക്കേ ഉള്ളൂ.
പാകിസ്ഥാനികൾ പറയുന്നത് ടേക്കൺ ഫോർ ഗ്രാൻഡ് എടുക്കേണ്ട ആവശ്യം അവർക്കുള്ളൂ. പക്ഷെ ട്രംപിന്റെ ഈ ഒരു പരാമർശം ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങളും ഇരു രാജ്യങ്ങളും പാകിസ്ഥാനും ഇന്ത്യയും പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമല്ലേ? അത് ഏതായാലും അവിടെ അവസാനം ഇന്റർനാഷണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവസാനം അമേരിക്ക എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് കാര്യം. അമേരിക്ക പറയുന്നതിന് നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ എന്താണ് ഒരു ലോകത്തെ വിഷയം എന്താണ്, ആദ്യം നമ്മൾ ഒന്നീ BBC നോക്കും, അല്ലെങ്കിൽ എന്ത് നോക്കും, CNN നോക്കും. നമ്മളെ ശീലമാണത്. അല്ല അമേരിക്ക എന്ത് പറഞ്ഞു നോക്കും, അതല്ല വേറെ രാജ്യം തോന്നും. അപ്പോൾ അങ്ങനെ ആളുകൾ കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ പോലും ഇൻ്റർനാഷണൽ വേദികളിൽ അമേരിക്ക പറഞ്ഞതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതാണ് നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ ആരെയാണ് അയാൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഹി ഈസ് നോട്ട് അഡ്രസ്സിങ് ദ ഇന്ത്യൻ പബ്ലിക്, ഹി ഈസ് അഡ്രസ്സിങ് ദ ഗ്ലോബൽ പബ്ലിക് ആൻഡ് ഒപ്പീനിയൻ മേക്കേഴ്സ്. എന്താണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് അങ്ങനെയൊക്കെ നൊബൽ സമ്മാനം കിട്ടിയാൽ അത്ഭുതപ്പെടണ്ട. പിന്നെ അങ്ങനെ ഈ മണ്ടന്മാരെന്ന് വെച്ചാൽ ഈ മണ്ടന്മാരല്ല, ഈ ഇയാളെ കൊണ്ട് നമ്മൾ പറഞ്ഞ ഭ്രാന്തന്മാർ. ഈ ഭ്രാന്തന്മാരാണ് ലോകചരിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൂ. കാരണം അവർ ഔട്ട് ഓഫ് ദ ബോക്സ് ആയി ചിന്തിക്കും. പിന്നെ മാത്രമല്ല അവർക്ക് ഈ ഭ്രാന്തിനുള്ളിൽ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള യുക്തി ഉണ്ടാവും. ഈ വണ്ടി എവിടെ കൊണ്ടുവച്ച് പാർക്ക് ചെയ്യണമെന്ന് അവർക്കറിയാം. അതാണ് ബിവെയർ ഓഫ് ഭ്രാന്തൻസ്, ബിവെയർ ഓഫ് ദ ലുണാറ്റ്, ദ പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ ലൂണാറ്റിക് അസൈലം. ലൂണാറ്റിക് അസൈലം ഈസ് ദ വേൾഡ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.